നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്രതീക്ഷിതമായിട്ടൊരു വാർത്തകൾക്ക് നമ്മൾ കുടുംബത്തിൽപ്പെട്ടതോ നമ്മൾ അയൽവാസികളിൽപ്പെട്ട പ്രായമുള്ള ഒരാൾ പെട്ടെന്ന് വീഴുകയും അതോടൊപ്പം തന്നെ എല്ല് പൊട്ടുകയും ചെയ്തു എന്ന് പറയും. ഒന്നും ഉണ്ടായിട്ടില്ല, വളരെ ചെറിയ വീഴ്ചയായിരിക്കും, പക്ഷേ എല്ല് പൊട്ടിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് അറിയും. ഇതുവരെ അമ്മ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അല്ല അവർക്ക് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. ഇത് ഒരു സൈലന്റ് ഡിസീസാണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അസ്ഥിശോഷണം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൈലന്റ് ആയിട്ട് വരുന്ന ഒരു അസുഖമാണ്. ഇതിന് WHO ഇതിൻ്റെ സൈലൻസ് ഉണ്ട് തന്നെ, അതായത് ഇത് വേറെ യാതൊരു സൈൻ ആൻഡ് സിംറ്റംസും കാണിക്കില്ല. അത് പ്രായമായി കഴിഞ്ഞാൽ മാത്രമേ ഇത് പുറത്തു വരുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവയർനെസ് കൊടുക്കുന്നതിനുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാ വർഷവും ഒക്ടോബർ 20 വേൾഡ് ഓസ്റ്റിയോപോറോസിസ് ഡേ ആഘോഷിക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണത്? അവയർനെസ് നൽകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണം എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സയ്യിദ് മോഹ്സിൻ. നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസിൻ്റെ വേറെ യാതൊരു ലക്ഷണങ്ങളും തന്നെ കാണിക്കുന്നു. ഇതുകൊണ്ടാണ് സൈലന്റ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ബാക്കിയുള്ള അസുഖങ്ങൾക്ക് എന്തായിരിക്കും, ചെറിയ മുട്ടുവേദന ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ പെയിൻ ഉണ്ടാവും, ചെറിയ സ്വെല്ലിങ് ഉണ്ടാവും. ഇത് ഓസ്റ്റിയോപോറോസിസ് യാതൊരുവിധ മറ്റു ലക്ഷണങ്ങളും കാണിക്കില്ല. പക്ഷേ ബ്രേക്കായി കഴിഞ്ഞാൽ, പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയുള്ളൂ. കാരണം എന്താണ്, എല്ലുകളിൽ സുഷിരങ്ങൾ വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ഇതാർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത് നോക്കുക. ഓസ്റ്റിയോപോറോസിസ് മോസ്റ്റ് കോമൺ ഇൻ ഫീമെയിൽസിനാണ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബോണിൻ്റെ ഹെൽത്തിന് ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ വളരെ അത്യാവശ്യമാണ്. അതാണ് ബോണിൻ്റെ സെൽസിനെ റീജനറേറ്റ് ചെയ്യുന്നതും ഡെത്ത് വന്നു കഴിഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ മെനപ്പോസിന് ശേഷം ബോണ്ട് ഡെൻസിറ്റി ഒരു 10 to 20% ഡിക്രീസ് ആവുന്നുണ്ട്. കാരണം എന്താണ്, ഈസ്ട്രജൻ്റെ അളവ് ഇല്ലാതിരിക്കുകയാണ്. ഈസ്ട്രജൻ്റെ അളവ് വളരെ കുറയുന്നതോട് തന്നെ ഈ പ്രയാസം ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ അനാട്ടമിക്കൽ സ്ട്രക്ചർ ആയിട്ടുള്ള വളരെ ഷോർട്ടായിരിക്കും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ സ്ട്രക്ചർ. ഇതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി ഇത് സ്ത്രീകളിൽ മാത്രമാണ് സംഭവിക്കുക? അല്ല, പുരുഷന്മാരിൽ ഇത് കണ്ടുവരാറുണ്ട്. പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. പുരുഷന്മാരിൽ ഒരു 60 മുതൽ 65 ഉള്ളവരിലാണ് ഇത് പ്രധാനമായി കണ്ടുവരുന്നത്. കോമൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് പുരുഷന്മാരിൽ കണ്ടുവരുന്നത്. പക്ഷേ പിന്നെ സെക്കൻഡറി ഡിസീസ് ആയിട്ടുള്ള ഡയബറ്റിക്, മറ്റ് പല കംപ്ലയിൻസ് ഉള്ള ആൾക്കാർ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നീടുള്ളത് ആൽക്കഹോളിക്, അതുപോലെ സ്മോക്കിംഗ്. ആൽക്കഹോളിക്കുള്ള ആൾക്ക് എന്താ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക്കുള്ള ആൾക്ക് വൈറ്റമിൻ ഡിയുടെ ലിവറിൻ്റെ പ്രോപ്പർ പ്രൊഡക്ഷൻ നടക്കില്ല. അതോടൊപ്പം തന്നെ സ്മോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്മോക്കിംഗ് നിക്കോട്ടിൻ കൃത്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ ബോണിലേക്ക് സപ്ലൈ ചെയ്യില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് പുരുഷന്മാരിൽ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ബോണിന് സ്ട്രെങ്ത് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. എല്ലിൻ്റെ പിന്നെ ശക്തിക്ക് വേണ്ടിയിട്ടുള്ള പവർ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മിനറൽസ് നമുക്കറിയാം കാൽസ്യമാണ്. കാൽസ്യം മോസ്റ്റ് കോമൺ എന്താണ്, കാൽസ്യത്തിൻ്റെ മോസ്റ്റ് കോമൺ ഫോമാണ് മിൽക്ക്. കാൽസ്യം എങ്ങനെയാണ് എല്ലിന് ശക്തി വിടുന്നത് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് സ്ട്രക്ചറൽ സപ്പോർട്ടാണ് കാൽസ്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്തും ഡെൻസിറ്റിയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോണ്ടിങ്, കാൽസ്യത്തിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ബോൺ ടിഷ്യൂസിനെ കാൽസ്യം വളരെ എളുപ്പത്തിന് റീജനറേറ്റ് ചെയ്യും. ഇതാണ് കാൽസ്യം കൊടുക്കുന്നത്. കാൽസ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോം നമുക്ക് ബോഡി കിട്ടാനുള്ളത് മിൽക്കാണ്, ഡയറ്ററി പ്രോഡക്റ്റാണ്. രണ്ടാമത്തെ കാൽസ്യം, ഇപ്പം പാൽ അലർജി ഉള്ള ആൾക്കാർ കഴിക്കാൻ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാൽസ്യത്തിൻ്റെ ഫോമാണ് വെജിറ്റബിൾസിലുള്ള മുരിങ്ങയുടെ ഇല. മുരിങ്ങയുടെ ഇലകൾ വളരെ റിച്ച് ഇൻ കാൽസ്യമാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സാധനമാണ് സോയാബീൻ, പിന്നെ ഈ ലീഫി വെജിറ്റബിൾസ്. ഇത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ സീഡ്സിൽ വരികയാണെങ്കിൽ നമുക്ക് പംകിൻ സീഡ്സ്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ്, കറുത്ത എള്ള് വളരെ എഫക്റ്റീവാണ്. കാരണം നമുക്ക് പിന്നെ ശർക്കര കൂട്ടിയിട്ട് എള്ളുണ്ടി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബോണിന് വളരെ എഫക്റ്റീവാണ്. ഏജുള്ള ആൾക്കായിരിക്കും നമുക്ക് നിർബന്ധമായിട്ടും ഒരു അഡൽട്ടിന് ശേഷം 40 വയസ്സിന് ശേഷം എള്ള് ഡെയിലി കഴിക്കുകയാണെങ്കിൽ അത് ബോണിൻ്റെ പ്രിവെൻഷന് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡി ബോണിന് വളരെ അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡിയുടെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് വരുന്നത് കാൽസ്യം അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ്. ബോഡിയുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കാൽസ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി വളരെ എസെൻഷ്യലാണ്. അതുപോലെ തന്നെ ബോണിൻ്റെ സ്ട്രെങ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ബോണിൻ്റെ ഡെൻസിറ്റി വർദ്ധിപ്പിക്കാനും മസിൽസിൻ്റെ പവറിനും വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡിയുടെ സോഴ്സ് എന്താണ്, സൺലൈറ്റാണ്. നാച്ചുറൽ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡയറക്റ്റ് പറഞ്ഞത് സൺലൈറ്റാണ്. സൺലൈറ്റ് നമ്മൾ ഡെയിലി ഒരു മോർണിംഗ് വെയിൽ ഒരു 10 മിനിറ്റോളം പുറത്തുനിന്ന് കൊള്ളുകയാണെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം കൊടുക്കുകയാണെങ്കിൽ അത് നോർമൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നേരെ നമ്മൾ ഫുഡ് ഐറ്റംസിലേക്ക് പോകണമെങ്കിൽ മത്തി, അതുപോലെ തന്നെ മുട്ട, പിന്നെ സോയാബീൻ,
വാൾനട്ട്, ഇതിലൊക്കെ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ട് കണ്ടുവരാറുണ്ട്. ഫിഷ് ഓയിൽ, ഇതൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ ഫുഡായിട്ടുള്ള സോഴ്സ് ഉണ്ടാവാറുള്ളത്. ഇത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ മെട്രിക്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ നമുക്ക് അറിയാം ഏറ്റവും റിച്ച് ആയിട്ട് ഫോമാണ് എന്ത്? മുട്ട നിർബന്ധമായിട്ടും ഒരു ദിവസം 1-2 നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിലക്കടല ഡെയിലി കഴിക്കേണ്ടതാണ്. വാൾനട്ട്, ആൽമണ്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായിട്ട് കഴിക്കാൻ പറ്റുന്ന നിലക്കടലയാണ്. എള്ള്, കറുത്തതും വെളുത്തതുമായ എള്ള് നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇനി അടുത്തതാണ് മഗ്നീഷ്യം, പൊട്ടാസ്യം. മഗ്നീഷ്യം പൊട്ടാസ്യത്തിൻ്റെയും റിച്ച് സോഴ്സ് ആയിട്ടുള്ളത് വാൾനട്ട്, അതുപോലെ തന്നെ ആൽമണ്ട് എന്നിവയാണ്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ വരുന്നത് കാൽസ്യം അബ്സോർപ്ഷനും അതുപോലെ ബോൺ സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അടുത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. ഇത് എന്ത് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ബോണിൻ്റെ ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കുകയാണ്. ബോണിൻ്റെ ചുറ്റുപരിസരത്തുള്ള ഇൻഫ്ലമേഷൻ വളരെ റെഡ്യൂസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് സാധനമാണ് omega-3 ഫാറ്റി ആസിഡ്. ഏറ്റവും പ്രധാനം എന്താണ്? മത്തി, അവക്കോഡ, വാൾനട്ട്, ബദാം, ചീര എന്നിവയാണ്. അത് ഗ്രീനി ലീഫി വെജിറ്റബിൾസും ഇതിൽ വളരെ എഫക്റ്റീവാണ്. ഇനി നമുക്കിതിൻ്റെ ഓസ്റ്റിയോ പ്രോസസ്സ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എക്സസൈസ് എന്തൊക്കെയാണെന്ന് നോക്കുക. പ്രധാനമായിട്ടും 3 ബ്രിക്സ് വാക്കിംഗ് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെറുതായിട്ടുള്ള സ്റ്റെയറുകൾ കയറി ഇറങ്ങുകയും ചെയ്യുക. ഇത് ബോണിൻ്റെ സ്ട്രെങ്ത് കൂട്ടുകയും ചെയ്യും. കൃത്യമായിട്ടുള്ള മസിൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നത് ബോൺ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നത് തുല്യമാണ്. അത് നമ്മുടെ ബോൺസിൽ കുറച്ചും കൂടിയും റിജിഡായിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഓസ്റ്റിയോപോറോസിസ് നമുക്ക് മറ്റു മാർഗങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതിനാകെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റാണ്. ഇതിനെ റിപ്പോർട്ട്സ് സൂചിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ടി വാല്യൂഡ് ആണത്. <1 ആണെങ്കിൽ നോർമലാണ്, 1 to 2 ആണ് അത് മോഡറേറ്റ് ആണ്, 1 to above 2 ആണെങ്കിൽ അത് നമുക്ക് ഓസ്റ്റിയോപോറോസിസ് ഐഡൻറ്റിഫൈ ചെയ്യും. മെയിനായിട്ട് ഹിപ്പ്, വലിയ ജോയിനിലാണ് ഇത് ചെയ്യാറുള്ളത്. നമുക്ക് ഓസ്റ്റിയോപോറോസിസിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വരുന്നതിന് പ്രിവെൻഷൻ ആയിട്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ. നമുക്ക് ഡയബറ്റിക് അല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എള്ളുകൊണ്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അത് ബോണിൻ്റെ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് ആൽമണ്ടും അതുപോലെ തന്നെ വാൾനട്ടും 2-3 ഈത്തപ്പഴം ചേർത്തുകൊണ്ട് ഒരു 10 ആൽമണ്ടും 3 വാൾനട്ടും ഒരു 3 ഈത്തപ്പഴം ചേർത്തുകൊണ്ട് ഒരു ഗ്ലാസ് മിൽക്ക് ഷേക്ക് അടിച്ച് കുടിക്കുക. ഇത് ആഴ്ചയ്ക്ക് 2-3 പ്രാവശ്യം കുടിക്കുന്നത് അത് നേരത്തെ പറഞ്ഞ വൈറ്റമിൻ്റെയും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെയും പ്രോട്ടീൻ്റെ മഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെയധികം ഹെൽപ്ഫുള്ളാവും. അതോടൊപ്പം തന്നെ ഡെയിലി കുറച്ച് പംകിൻ സീഡ് കഴിക്കുന്നത്, ജസ്റ്റ് 1-2 ഒരു 4-5 ഐറ്റം പംകിൻ സീഡ് കഴിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരാറുള്ളത്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പ്രായമുള്ള നമ്മുടെ വീട്ടിലുള്ള വ്യക്തികൾക്ക് നമ്മൾ ഡയറ്റിൽ ചെറുതായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ട് ഈ ഭക്ഷണങ്ങൾ കൂടി ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്ത് വളരെ എഫക്റ്റീവായിരിക്കും. അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റും. അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള ഈ സൈലൻ്റ് ആയിട്ടുള്ള ഡിസീസിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഓസ്റ്റിയോപോറോസിസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് മുൻപായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ശരീരത്തിൻ്റെ ബാഡ് ഹാബിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എല്ലിൻ്റെ ആരോഗ്യത്തിനെ തകരാറിലാക്കുന്ന പ്രധാനമായിട്ടുള്ള ദുശീലങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതിൽ ഏറ്റവും പ്രധാനമാണ് സ്മോക്കിംഗ്. സ്മോക്ക് ചെയ്യുന്ന വ്യക്തി എന്ത് സംഭവിക്കുന്നതാണ്? പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ അബ്സോർപ്ഷൻ നടക്കാറില്ല. അത് നിക്കോട്ടിനകത്ത് ബാരിയറായിട്ട് മാറും. അതുപോലെ തന്നെ ആൽക്കഹോളിസം എന്താണ് സംഭവിക്കുന്നത്? വൈറ്റമിൻ ഡിയുടെ നോർമൽ മെക്കാനിസം നടക്കില്ല, ലിവറിന് ഡാമേജ് ആയതുകൊണ്ട്. മൂന്നാമത്തെ ഒരു കാര്യമാണ് സഡൻഡറി ലൈഫ് സ്റ്റൈൽ. കൃത്യമായ രൂപത്തിലല്ലാത്ത ചലനമില്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യും? ബോണിൻ്റെ സ്ട്രെങ്ത് അത് കുറഞ്ഞു വരും. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഇനി അടുത്ത് ഇതിന് പ്രിവെൻഷൻ. ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കാം ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള രൂപത്തിൽ. 3 തരം ഭക്ഷണങ്ങളാണ് നമ്മൾ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഒന്ന് സൂപ്പാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മട്ടൻ്റെതോ ചിക്കൻ്റെതോ ആയിട്ടുള്ള എല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് സൂപ്പ് നിർമ്മിക്കാം. മട്ടനാണ് ഏറ്റവും പ്രിഫറബിൾ ഉള്ളത്. അല്ലെങ്കിൽ ചിക്കനെ വെച്ചിട്ട് സൂപ്പ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ബോണിൻ്റെ ഹെൽത്തിന് വളരെ എഫക്റ്റീവാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ എള്ളുണ്ടല്ലോ, എള്ളുണ്ട കറുത്തതായാലും വെളുത്തതായാലും അത് ചേർത്തുകൊണ്ട് വെല്ലം ചേർത്തുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എള്ളുണ്ട് ഉണ്ടാക്കിയാണ് സ്നാക്സിനോ ഡയബറ്റിക് ആണെങ്കിൽ അതിന് പകരം നേരിട്ട് തന്നെ എള്ള് കഴിക്കുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നമുക്കൊരു ഷെയ്ക്ക് ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളതാണ്. മിൽക്ക്, തണുത്ത മിൽക്കിൻ്റെ ആവശ്യമില്ല, നോർമൽ മിൽക്ക്. അതോടൊപ്പം തന്നെ 5 ആൽമണ്ടും 3 വാൽനട്ടും 3 ഈത്തപ്പഴം ചേർത്തുകൊണ്ട് ഷെയ്ക്കാക്കുകയും അത് ആഴ്ചയിൽ 1-2 അല്ലെങ്കിൽ 3 തവണ കുടിക്കുന്നത് ഈ ബോണിൻ്റെ സ്ട്രെങ്ത്തിനും ബോണിൻ്റെ മെക്കാനിക്കൽ ആക്ഷനും അതുപോലെ തന്നെ മിനറൽസിനും വളരെ എഫക്റ്റീവാണ്. ഈ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ
വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാരിലും പ്രായമുള്ള വ്യക്തികളാണ് അവരുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ സൈലന്റ് ആയിട്ടുള്ള ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള രോഗം നിങ്ങൾക്ക് ഈസി ആയിട്ട് മറികടക്കുവാനും കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയൊരു മറ്റൊരു വിഷയമായിട്ട് കാണാം. നന്ദി.